الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികൾ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമളാനിൻ്റെ രണ്ടാമത്തെ ദിനത്തിൽ ഞാനും നിങ്ങളും എത്തിപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ നിർബന്ധ ജുമാ ഖുതുബയിൽ റമളാനിൽ ഒരു മാസക്കാലം നമ്മൾ പട്ടിണി കിടന്നത് എന്നതുകൊണ്ട് അള്ളാഹുവിന് പ്രത്യേകിച്ച് ഒരു നേട്ടവും കിട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഖുതുബ അവസാനിപ്പിച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ച മാസത്തിൽ നമ്മളോട് നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് കൊണ്ട് എന്താണോ അള്ളാഹു ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിപ്പെടണം. അത് അതിന് പ്രത്യേകമായ ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. അതിലൊന്നാമതായി അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആയത്തിൽ തന്നെ പ്രത്യേകമായി പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരാകാൻ വേണ്ടി എന്നതാണ്. തിന്മകളെ അതാ തിന്മകളെ ജീവിതത്തിൽ നിന്നും തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് നോമ്പിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്നാണ് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം മുൻ കാലഘട്ടങ്ങളെയൊക്കെ അപേക്ഷിച്ച് അതിശക്തമായി ഏതൊരു മനുഷ്യനും തിന്മയിൽ അകപ്പെട്ടു പോകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഒന്ന് ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു പെണ്ണ് ഇരിക്കുന്ന സീറ്റിൽ പോയിട്ട് ഇരിക്കാൻ ഒരു പുരുഷന്റെ ഉളുപ്പ് സമ്മതിക്കുമായിരുന്നില്ല. ഒരു പുരുഷൻ ഇരിക്കുന്നിടത്ത് വന്നിരിക്കാൻ ഒരു പെണ്ണിനും ഉളുപ്പ് സമ്മതിക്കുമായിരുന്നില്ല. ഇന്നങ്ങനെയല്ല കാലം. ഇന്ന് അതൊരു പ്രശ്നമല്ല. എന്നിട്ടിങ്ങനെ തൊട്ടിട്ടും അരച്ചിട്ടും അവസാനം വീഡിയോ എടുക്കുകയും ആത്മഹത്യയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുക സംഭവം. അപ്പോ എല്ലാ നിലക്കും, പ്രത്യേകിച്ച് ഞാനൊക്കെ യാത്ര ചെയ്യുന്ന എന്റെയൊക്കെ റൂട്ടില് എത്ര സ്ത്രീകൾ അങ്ങനെ കൈ കാണിക്കാൻ ബൈക്കായിട്ട് പോകുമ്പോന്നറിയാം ഞങ്ങള്. നമുക്ക് നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ സാധിക്കണം. ഇന്ന് സ്ത്രീകൾക്ക് അതിനൊരു ഉളുപ്പില്ല, ആ പ്രശ്നമില്ല. പ്രത്യേകിച്ച് ഞാനൊക്കെ താമസിക്കുന്ന ആ റൂട്ടില് ബസ് വളരെ കുറവാണ്. പക്ഷെ അപ്പം ബസ് കുറവാണ് എന്നതുകൊണ്ട് നമ്മള് അന്യ സ്ത്രീകളെ കയറ്റുമ്പോ അവര് ശരീരത്തിൽ മുട്ടി വരുമ്പോ അത് തിന്മയിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ആ പഴുത് ഇസ്ലാം പൂർണ്ണമായിട്ട് അടച്ചിട്ടുള്ളത്.
അപ്പോ സ്ത്രീകളുമായി ഇടപഴകുന്നിടത്ത് അത് അങ്ങേയറ്റത്തെ ശ്രദ്ധ ഉണ്ടാവണം. അതുപോലെ തന്നെ ജീവിതത്തിന്റെ മറ്റെല്ലാ രംഗത്തും ശ്രദ്ധ ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്വിയാമു ജുന്നത്തുൻ മിനന്നാർ, നരകത്തിൽ നിന്ന് നിങ്ങളെ തടുക്കുന്ന പരിചയാണ് നോമ്പ്. കജുന്നത്തി അഹദിക്കും മിനൽ ഖിത്താൽ, ഒരു പോരാട്ടത്തിൽ പരിചയമായി ഉപയോഗപ്പെടുത്തുന്നത് പോലെ. അപ്പൊ നമ്മള് തിന്മയോടുള്ള ഒരു പോരാട്ടമാണ്. ആ തിന്മയോടുള്ള പോരാട്ടത്തിൽ നമുക്ക് ഏറ്റവും നല്ല പരിചയ നോമ്പ് തന്നെയാണ്. ആ നോമ്പുകാരനായിരിക്കെ നമ്മള് ദാഹിച്ച് വലയുമ്പോ പോലും വെള്ളം കുടിക്കില്ലല്ലോ. വിശന്ന് പൊരിഞ്ഞ് ക്ഷീണിച്ച് അവശനാകുന്ന സമയത്ത് ഭക്ഷണവും കഴിക്കില്ല. അങ്ങനെ ക്ഷീണിച്ച് അവശനാകുന്ന സമയത്ത് പോലും ഭക്ഷണം കഴിക്കാത്ത, വെള്ളം കുടിക്കാത്ത ഒരു മനുഷ്യന് പിന്നെ എങ്ങനെയാണ് മദ്യം കഴിക്കാൻ സാധിക്കുക? പിന്നെ എങ്ങനെയാണ് അള്ളാഹു വിലക്കിയ സാധനങ്ങൾ ഉപയോഗിക്കാൻ, തിന്നാനും കുടിക്കാനും ഒക്കെ സാധിക്കുക? അപ്പൊ സാധിക്കില്ല. അപ്പൊ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ആ ഒരു മാസക്കാലം ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ട്രെയിനിങ് പീരീഡ് ആയിട്ട് അള്ളാഹു നിശ്ചയിക്കുകയും ആ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾ പകൽ നോമ്പ് അനുഷ്ഠിക്കണം, അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണം, അനാവശ്യമായ വാക്കുകളും പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പട്ടിണി കിടക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാം. ഇപ്പൊ ആ ഹദീസൊക്കെ ഒരു വശങ്ങൾക്കൊക്കെ കാണാതെ അറിയുന്നതായിരിക്കും. കാരണം നമ്മളൊക്കെ കൊല്ലങ്ങളോളായിട്ടോ മലയാളത്തെ ഖുത്ബ കേൾക്കുന്നത്. ആ ഖുത്ബയിൽ കേൾക്കുന്ന എല്ലാ റമദാൻ വരുമ്പോൾ കേൾക്കുന്ന ഹദീസാണ് മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു എന്നുള്ള ഹദീസ്. അനാവശ്യമായ വാക്കും പ്രവൃത്തിയും ആരും ഉപേക്ഷിക്കുന്നില്ലയോ, അള്ളാഹ്ക്ക് യാതൊരു ആവശ്യവുമില്ല, അവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പട്ടിണി കിടക്കണമെന്ന് യാതൊരു ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള ട്രെയിനിങ്. ആ ട്രെയിനിങ് പീരീഡ് നമ്മളോട് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത സമയത്ത് നമുക്ക് അനുവദനീയാണ് വെള്ളവും ഭക്ഷണവും ഒക്കെ. പക്ഷെ അത് നമ്മൾ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രയാസം സഹിച്ചുകൊണ്ടും നമ്മൾ അത് ഒഴിവാക്കുക. അപ്പൊ പിന്നെ എങ്ങനെയാ നമുക്ക് ഹറാമ് ചെയ്യാൻ സാധിക്കുക? പലിശ തിന്നാൻ എങ്ങനെയാ സാധിക്കുക? അള്ളാഹ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാ പലിശയോട് ഖുർആൻ പറഞ്ഞത്. അതുപോലെ തന്നെ അനാഥയുടെ സ്വത്ത് ഭുജിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പാപമായിട്ടാ. ഇവിടെ ഹലാലാക്കിയ കാര്യം പോലും തിന്നാൻ നിൽക്കുന്ന ഒരു മനുഷ്യൻ പിന്നെ എങ്ങനെ ഹറാമ് തിന്നുക? അവ ഹറാമിലകപ്പെടാതെ, തിന്മയിലകപ്പെടാതെ ഒരു പരിച പോലെ നമ്മെ നന്മയിൽ നിർത്തുന്ന, തിന്മയെ തടുക്കുന്ന പരിചയാണ് നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ എനിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവം ഉള്ളതാണ്. പട്ടിണി നടക്കുന്നത് വെറുതെ ആയി പോയതെന്ന് വിചാരിച്ച് അനാവശ്യമായി എന്തോ മൊബൈലൊക്കെ കാണുമ്പോൾ നമ്മൾ വേണ്ടാന്ന് വെക്കൂലേ, മാറ്റൂലേ? ഇനി റമദാൻ അല്ലാത്ത കാര്യത്തൊന്ന് നോക്കിപ്പോയാൽ പോലും റമദാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും, പട്ടിണി നടക്കുന്നത് വെറുതെ ആയെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അത്രക്ക് തിന്മയെ തടുക്കാൻ പറ്റുന്ന ഇബാദത്താണ് നോമ്പ് എന്നുള്ളത് കൊണ്ട് നോമ്പ് കൊണ്ട് നേടേണ്ടുന്ന നേട്ടത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തണം, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്ഷമ ശീലിപ്പിക്കുന്നു എന്നതാണ്. ഇന്ന് മനുഷ്യന്മാര് ജീവിതത്തില് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോ മാനസികമായിട്ട് ആകെ നിരാശനായിട്ട് ദീന് ഒഴിവാക്കി, ദീനിനോടും താല്പര്യമില്ല, ഇബാദത്തുകളോടും താല്പര്യമില്ല. അങ്ങനെ ചില ആളുകളൊക്കെ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും, ജീവിതം തന്നെ അവസാനിപ്പിക്കുക. അത്തരം ഒരു അവസ്ഥ ഒരു നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു മുഅ്മിൻ ഉണ്ടാവില്ല. കാരണം ഒരുപാട് പ്രയാസവും ക്ഷീണവും സഹിച്ചിട്ട്, ത്യാഗം സഹിച്ചിട്ട് ഒരു മാസക്കാലം നമ്മൾ പട്ടിണി കിടക്കുന്നത്, പ്രയാസം സഹിച്ചിട്ടാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്. അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യന് ഈമാനികമായ കരുത്തുണ്ടാവും. കാരണം അള്ളാഹു തിന്നരുത് എന്ന് പറഞ്ഞു, കുടിക്കരുത് എന്ന് പറഞ്ഞു, ജോലിക്ക് പോകുന്ന സമയത്ത് ജോലി ചെയ്യാൻ പോലും പ്രയാസപ്പെടുക, ക്ഷീണം അനുഭവിക്കുക. ഒരു അധ്യാപകനാണെങ്കിൽ അവന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നിടത്ത് ഒരു 4 പീരീഡ് കഴിയുമ്പോഴേക്ക് അവൻ തളർന്നിട്ടുണ്ടാവും. കാരണം ഊർജം എന്ന് പറഞ്ഞാൽ, ഈ ശബ്ദോർജം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു ഇതാണ്. അതുപോലെ തന്നെ എല്ലാ ജോലിയും അവർക്ക് കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് ഒരു 11-12 മണി കഴിഞ്ഞാൽ പിന്നെ അധ്വാനിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളൊക്കെ വളരെ നേരത്തെ ജോലിക്ക് പോയിട്ട് 11 മണി 12 മണിയാകുമ്പോൾ ജോലി അവസാനിപ്പിക്കുക. എന്നിട്ട്
എന്നിട്ട് ക്ഷീണിച്ച് അവശനായിട്ട് നോറ് കഴിഞ്ഞിട്ട് പള്ളിയിൽ കിടന്ന് ഉറങ്ങുന്ന അവസ്ഥയാണ്. അപ്പൊ അത്രക്ക് ത്യാഗം സഹിച്ചിട്ടാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്. അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യന് ഈമാനികമായ കരുത്തുണ്ടാവും. ആ കരുത്ത് കൊണ്ട് എല്ലാ പരീക്ഷണങ്ങളെയും നേരിടാനും ഉള്ള ക്ഷമയും സഹനവും ഉണ്ടാകും. നോമ്പ് കൊണ്ട് രണ്ടാമതായിട്ട് അള്ളാഹു ലക്ഷ്യം വെക്കുന്നത് അതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ, ഇപ്പൊ ഭൗതികമായിട്ട് ഒരുപാട് നേട്ടം മാത്രമാണുള്ളത്, കോട്ടമൊന്നുമില്ല. കുറെ ക്ഷീണവും പ്രയാസവും ഒക്കെ സഹിക്കുന്നത് കൊണ്ട് ഭൗതികമായിട്ട് ഒരുപാട് നേട്ടം മാത്രമേ ഉള്ളൂ. ഇഹലോകത്ത്, നാളെ പരലോകത്ത് അതിലേറെ ഗുണവുമാണ്. എങ്കിൽ പിന്നെ നമുക്കൊക്കെ ആ പ്രയാസം സഹിക്കാൻ നമ്മളൊക്കെ റെഡിയല്ലേ? നമുക്ക് നഷ്ടമൊന്നുമില്ല, കുറെ ക്ഷീണം സഹിക്കേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. ദുനിയാവിൽ ഒരുപാട് ശാരീരികമായ ഗുണങ്ങളുണ്ട്, മാനസികമായ ഗുണങ്ങളുണ്ട്. അതിലുപരി ആഖിറത്തിൽ ഏറ്റവും അത്യുന്നതമായ പ്രതിഫലവും മഹത്വവും സ്ഥാനവും ഉണ്ട്. എങ്കിൽ ആ ക്ഷീണവും ത്യാഗവും ഒക്കെ സഹിക്കാൻ നമ്മളൊക്കെ തയ്യാറല്ലേ? അങ്ങനെ ക്ഷീണവും ത്യാഗവും സഹിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എല്ലാ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാനുള്ള ഈമാനികമായ കരുത്ത് നേടിയിട്ടുണ്ടാകുമെന്ന് അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഹുവ ശഹ്റു സ്വബ്ർ, ക്ഷമ നേടിയെടുക്കുന്ന മാസം, ക്ഷമയുടെ മാസം. വസ്വബ്റു സവാബുഹു അൽ ജന്ന, ക്ഷമയാവട്ടെ അതിന്റെ പ്രതിഫലം സ്വർഗമാകുന്നു. നിങ്ങൾ നോക്ക്, ശത്രുക്കൾ നശിപ്പിക്കാൻ വരുന്ന ഘട്ടത്തില് എല്ലാം എന്തും ത്യജിക്കാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ പോയിട്ട് ഒളിച്ചോടട്ടം തീരുമാനിക്കല്ല, ഉള്ള ആളുകളെയും കൂട്ടി റമദാൻ 15 പോരാട്ടം നടത്തുകയാണ്. ഈമാനിന്റെ കരുത്താണത്. ആ നിലക്കുള്ള ഈമാനികമായ കരുത്ത് നോമ്പ് കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ പരീക്ഷണങ്ങളിൽ തളർന്നു പോവില്ല. ദീനിനെ അവഗണിച്ചുകൊണ്ട് പരീക്ഷണത്തിൽ നിരാശനായിക്കൊണ്ട് ദീനി കാര്യങ്ങളിൽ നിന്ന് പുറകോട്ടടിക്കുന്ന ഒരു അവസ്ഥയും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ രണ്ടാമതായിട്ട് നോമ്പ് കൊണ്ട് നേടിയെടുക്കുക. ഒന്ന്, തിന്മയെ തടുക്കാനുള്ള കരുത്ത് നേടിയെടുക്കുക. രണ്ട്, ക്ഷമ, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നേടിയെടുക്കാനുള്ള ഈമാനികമായ കരുത്ത് നേടിയെടുക്കുക. ഇതാണ് നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടിയതാണ്. നിങ്ങൾ നന്ദിയുള്ളവരാവാൻ. അള്ളാഹു ഖുർആനില് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് ഇന്നല്ലാഹ ബിന്നാസില റഊഫുർ റഹീം, അള്ളാഹു മനുഷ്യരോട് അങ്ങേയറ്റത്തെ അനുകമ്പയും കാരുണ്യവും ഉള്ളവനാകുന്നു എന്നാണ്. നമ്മൾ ചോദിക്കാതെയാണ് എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ കാഴ്ച, കേൾവി, കിഡ്നി, തലച്ചോറ്, അതുപോലെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും. ഒന്ന് പോയാൽ അതിന്റെ പ്രയാസം എനിക്ക് നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. കിഡ്നി പോയാൽ എത്ര പ്രയാസമാണെന്ന് അവർ അനുഭവിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ അനുഗ്രഹങ്ങളൊക്കെ റബ്ബ് നമുക്ക് തന്നു. ഇന്നല്ലാഹ ബിന്നാസില റഊഫുർ റഹീം, അങ്ങേയറ്റത്തെ അനുകമ്പയും കാരുണ്യവും ഉള്ളവനാണ് റബ്ബ്. എന്നാൽ അള്ളാഹു മനുഷ്യനെ കുറിച്ച് പറഞ്ഞ എന്താ അറിയോ? ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, നന്ദി കെട്ട അതിക്രമിയാ മനുഷ്യൻ. ഈ അനുഗ്രഹമൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടും നന്ദിയുള്ള ഒരു മനസ്സിന്റെ ഉടമയാവുക, അത് കഴിയാത്തവരാണ്. അപ്പൊ അത് നമ്മളെ കൊണ്ട് നന്ദിയുള്ള മനസ്സിന്റെ ഉടമകളാക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് നോമ്പ് കൊണ്ട്. നോക്കൂ, നന്ദി എന്ന് പറഞ്ഞാല് അത് വാചികമായിട്ട് വാക്കുകൊണ്ട് പറയുന്ന നന്ദിയുണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് കാണിക്കുന്ന നന്ദിയുണ്ട്. ഈ വാക്കുകൊണ്ട് കാണിക്കുന്ന നന്ദി, ഒരു ഉദാഹരണം പറഞ്ഞാല്, നിങ്ങൾ റമദാനിൽ ഒരാൾക്ക് ഒരു പാവമായ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് 1000 രൂപ നിങ്ങൾ ദാനം ചെയ്തു. ആ ദാനം ചെയ്ത പണം കൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് ആവശ്യമായ നിങ്ങൾ ആ ദാനം ചെയ്തപ്പോൾ നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് കേട്ടോ, ഞാൻ വളരെയധികം പ്രയാസപ്പെടുക, നിങ്ങൾ തന്നതിന് വളരെയധികം നന്ദിയുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമായി. അത് വാചികമായ നന്ദിയാണ്. ആ വാചികമായ നന്ദി പറഞ്ഞിട്ട് പിന്നെ ഓരോ പൈസയും കൊണ്ട് കള്ളുടിക്കാനാണ് പോകുന്നതെങ്കിലോ, അപ്പൊ നമ്മള് പിന്നെ ഓന് കൊടുക്കൂല. കൊടുത്തതോ കൊടുത്തതിന് ഒരു 5 പൈസ കൊടുക്കൂല തീരുമാനിക്കും. അപ്പം എന്നാൽ അവൻ ആ പണം വാങ്ങിയിട്ട് മാർക്കറ്റിൽ പോയിട്ട് നോമ്പ് തുറക്കാൻ, കുടുംബത്തിനും അവന് നോമ്പ് തുറക്കാൻ ആവശ്യമായ സാധനങ്ങൾ വാങ്ങുകയും അങ്ങനെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടാലോ, ഇനിയും കൊടുക്കണോ ഉണ്ടെങ്കിൽ എന്ന് തോന്നും. അപ്പം നന്ദി എന്ന് പറഞ്ഞാൽ വാക്കിലൂടെയുള്ള നന്ദിയുണ്ട്, പ്രവർത്തനങ്ങളിലൂടെ നന്ദിയുണ്ട്. ഇത് രണ്ടും അള്ളാഹുവിനോട് കാണിക്കാൻ നോമ്പ് നമ്മളെ പഠിപ്പിക്കും. കാരണം അള്ളാഹ് കണ്ണ് തന്നു നല്ലത് കാണാനും, കാത് തന്നത് നല്ലത് കേൾക്കാൻ, കണ്ണ് തന്നത് നല്ലത് കാണാൻ, അങ്ങനെ നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ. അപ്പൊ അള്ളാഹുവെ, നീ ചെയ്തു തന്ന ഈ അനുഗ്രഹങ്ങൾ, എന്റെ കണ്ണ്, എന്റെ കാത്, എന്റെ സംസാരശേഷി, എന്റെ പ്രവർത്തന ശേഷി, റബ്ബേ, അളവറ്റ അനുഗ്രഹങ്ങൾ നീ ചെയ്തു തന്നതിന് നിനക്ക് ഞാൻ അങ്ങേയറ്റത്തെ നന്ദി രേഖപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അത് വാചികമായ നന്ദിയാണ്. എന്നാൽ ഈ കണ്ണ്, ഈ കാത്, ഈ സംസാരശേഷി, അധ്വാനശേഷി, കായിക ശേഷി, കരുത്ത്, ഇതൊക്കെ നന്മയുടെ മാർഗത്തിലാണ്
ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അത് പ്രവൃത്തി കൊണ്ടുള്ള നന്ദിയുമായി. അതാണ് വിശുദ്ധ ഖുർആൻ നിങ്ങൾ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് വാചികമായും കർമ്മപരമായും നന്ദിയുള്ളവരാവാൻ വേണ്ടിയാണ് നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത്. അപ്പൊ നോമ്പനുഷ്ഠിക്കുമ്പോ അനാവശ്യമായതൊന്നും കാണൂല, അനാവശ്യമായതൊന്നും കേൾക്കൂല, അനാവശ്യമായതൊന്നും പ്രവർത്തിക്കൂല. ഇങ്ങോട്ടൊരാൾ ചീത്ത പറഞ്ഞ് വന്നാൽ പോലും അന സ്വാഇമുൻ എന്ന് പറഞ്ഞ് ക്ഷമിച്ചു നിൽക്കാൻ അള്ളാന്റെ റസൂല് പറഞ്ഞു. ഇങ്ങോട്ടൊരാൾ അനാവശ്യമായിട്ട് വല്ലതും പറയുക പ്രവർത്തിക്കുക ചെയ്താൽ ഞാൻ നോമ്പുകാരനാണ്, തത്തുല്യായിട്ട് തിരിച്ചടിക്കാൻ എനിക്ക് പറ്റൂല എന്ന് പറയാൻ. അപ്പൊ ക്ഷമ ശീലിക്കുകയും ചെയ്തു. നന്ദി, ആരോഗ്യം തന്ന ആ ആരോഗ്യം നന്ദി കേട് അക്രമം കാണിക്കില്ല. അങ്ങനെ അക്രമം കാണിക്കാതെ, ഹറാമ് കാണാതെ, ഹറാമ് കേൾക്കാതെ അള്ളാഹുവിനോട് കർമ്മപരമായി നന്ദി കാണിക്കുന്നു. അപ്പൊ ലഅല്ലക്കും തഷ്കുറൂൻ അവിടെ കൃത്യമായി 3 കാര്യം നമ്മൾ മനസ്സിലാക്കി. 1, തിന്മയിൽ നിന്ന് തടയുന്നു. 2, ക്ഷമ ശീലിപ്പിക്കുന്നു. 3, എല്ലാ അവയവങ്ങൾ കൊണ്ടും കൃത്യമായി അള്ളാഹുവിന് നന്ദി കാണിക്കുന്നു. ഇത് നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതാണ്, കാരുണ്യവും പരസ്പരവും സ്നേഹവുമുള്ള മനസ്സിന്റെ ഉടമകളാവാനാണ് നോമ്പ്. അത് തീർച്ചയായിട്ടും റസൂലുള്ള പറയാ വഹുവ ഷഹ്റു അൽ മുവാസാത്ത്, പരസ്പരം ആശ്വാസം കാണിക്കുന്ന, ആളുകളെ ആശ്വസിപ്പിക്കുന്ന മാസമാണ് റമദാൻ മാസം. കാരണം പട്ടിണിയും പ്രയാസവും ഇല്ലാത്ത ഒരു മനുഷ്യൻ സ്വയം ഞെരുങ്ങാണ്, സ്വയം പ്രയാസം അനുഭവിക്കാൻ. അപ്പം നാട്ടിൽ ഒരുപാട് പട്ടിണിയും പ്രയാസവും കഷ്ടപ്പാടുകളും ഉള്ള ആളുകളുണ്ട്. അവന്റെ പട്ടിണിയും പ്രയാസവും നമ്മൾ സ്വയം അനുഭവിച്ചറിയാണ് നോമ്പിലൂടെ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ മറ്റുള്ളവനെ, പട്ടിണി പാവങ്ങളെ സഹായിക്കണം, കഷ്ടപ്പെടുന്നവന് ആശ്വാസം നൽകണം എന്നൊരു ചിന്ത നമ്മുടെ ഓരോരുത്തരെയും മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ള വഹുവ ഷഹ്റുൽ മുവാസാത്ത്, അത് ആശ്വാസം നൽകുന്ന, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന മാസമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞപ്പോ വകാന അജ്വദ ബിൽ ഖൈരി മിന റീഹിൽ മുർസല, ഒരു അടിച്ചു വീശുന്ന കാറ്റ് പോലെയായിരുന്നു ധർമ്മത്തിന്റെ കാര്യത്തിൽ റമദാൻ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ റമദാൻ മാസത്തില് ഒരു മന്ദവാരിതനില്ലേ, എല്ലാറ്റിനെയും സ്പർശിച്ച് കടന്നു പോകുന്ന. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിന്റെ സ്പർശം ആവശ്യമുള്ള ഒരാൾക്കും അത് ഏൽക്കാതെ ലഭിക്കാതിരുന്നിട്ടില്ല. ആ നിലക്ക് അവര് ധർമ്മം ചെയ്യുന്ന, ഒരു അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു റസൂലുള്ള റമദാനിൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കാരുണ്യമുള്ള മനസ്സിന്റെയും പരസ്പര സ്നേഹവും സഹായവുമുള്ള മനസ്സിന്റെയും ഉടമകളായി തീരാനും. അല്ലാതെ കുറെ നിസ്കരിച്ചു കൂട്ടിയോണ്ടോ കുറെ നോമ്പ് വെച്ച് കൂട്ടിയോണ്ടോ മാത്രം കാര്യമില്ല എന്നല്ല. അത് പിന്നെ ഇതുകൂടി മനുഷ്യന്റെ മനസ്സ് സംസ്കരിക്കപ്പെടാനാണ് ഈ ഇബാദത്തൊക്കെ. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകാൻ, സൃഷ്ടികളോടുള്ള ബാധ്യത നിർവഹിക്കാൻ. അപ്പൊ സൃഷ്ടികളോടുള്ള ബാധ്യത നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ ഇബാദത്ത് ഫലമായിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ സൃഷ്ടികളെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരു ഹദീസിൽ കാണാം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മദീന പള്ളിയിൽ നിങ്ങൾ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ശ്രേഷ്ഠമാണ് ഒരു കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് നീക്കി കൊടുക്കുക എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എഴുത്തിക്കാപ്പിന് പ്രതിഫലമല്ല എന്നല്ല. എഴുത്തിക്കാപ്പിന് അതിൻ്റെതായ പ്രതിഫലമുണ്ട്. എഴുത്തിക്കാപ്പ് കൊണ്ട് ഒരു മനുഷ്യൻ ഒരുപാട് ഗുണങ്ങൾ നേടിയെടുക്കാനുണ്ട്. അതോടൊപ്പം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവന്റെ കഷ്ടപ്പാടുകൾ നീക്കാനും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അപ്പം പിന്നെ തിന്മയെ തടുക്കാൻ സാധിക്കണം, ക്ഷമ ശീലിക്കണം, നന്ദി ഉണ്ടാവണം. എല്ലാ അവയവങ്ങളും അള്ളാഹുവിനോട് നന്ദിയുള്ളതായിരിക്കണം. അതുപോലെ തന്നെ സ്നേഹവും കരുണയുമുള്ള, ആർദ്രതയുള്ള മനസ്സിന്റെ ഉടമകളാകണം. 5-മത്തത്, ഈ കാര്യങ്ങളൊക്കെ നേടുന്നതോടുകൂടി ഒരു മനുഷ്യൻ പൂർണ്ണമായി അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും നേടിയിരിക്കും. അതാണ് പാപമോചനം നേടും. അത് അള്ളാഹുവിന്റെ വാഗ്ദാനാണ്. നോമ്പിലൂടെ ഈ കാര്യങ്ങൾ നേടിയെടുത്താൽ അവൻ അള്ളാന്റെ പാപമോചനം ഉറപ്പാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അദറക ശഹ്റ റമളാൻ, ഒരു റമളാനിൽ ആരെങ്കിലും എത്തിപ്പെട്ടിട്ട് ഫലം യുഗ്ഫർ ലഹു ഫദഖല അന്നാർ, അവന് പാപമോചനം നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കും. ഫഅബ്അദഹുല്ലാഹ്, അള്ളാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് അവനെ അകറ്റും എന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച മാസമാണ്. ഈ മാസത്തിൽ അള്ളാഹു നൽകിയ മഹത്വം നമ്മളൊക്കെ മുൻ ഖുതുബകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നോമ്പനുഷ്ഠിക്കുകയും രാത്രി നിന്ന് നമസ്കരിക്കുകയും അള്ളാഹു ഈ നിർദ്ദേശിച്ചിട്ടുള്ള ഈ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു നിന്നുള്ള പാപമോചനം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ റമളാനെ യാത്രയാക്കാനും മാനസികവും ശാരീരികവുമായ വിശുദ്ധി നേടിയെടുത്തുകൊണ്ട് റമളാനെ യാത്രയാക്കാൻ നമുക്ക് സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫിൽ മഖ്ലൂഖീന റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ് റമളാൻ മാസം എന്ന് നമുക്കറിയാം. അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച മാസം. അതുകൊണ്ട് തന്നെ ആ ഖുർആനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിടപഴകാൻ നമ്മൾ സമയം കണ്ടെത്തണം റമളാനിൽ. മറ്റുള്ള 11 മാസക്കാലവും നമ്മൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ മൊബൈലിൽ തോണ്ട എവിടെങ്കിലും ഒരല്പം ഒഴിവിട്ട് അന്നേരം നമ്മൾ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ തോണ്ടുമല്ലോ. ആ തോണ്ടൽ നമ്മൾ എന്താക്കണം? ഖുർആനിലേക്കാക്കണം റമളാൻ മാസത്തിൽ. അപ്പൊ മൊബൈൽ ഇങ്ങനെ നീളത്ത് തോണ്ട അതിങ്ങനെ വലത്തുനിന്ന് ഇടത്തോട്ട് തോണ്ടാന്ന് പറഞ്ഞാൽ ആ രൂപത്തിലാവണം. അപ്പൊ ഖുർആനുമായിട്ട് ആവണം ഹൃദയബന്ധം. നമ്മുടെ വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന യത്ലൂന അൽ കിതാബ വഅഖാമുസ്സലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറത്തൻ ലൻ തബൂർ. ഇന്നല്ലദീന യത്ലൂന അൽ കിതാബ, തീർച്ചയായും അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന ആളുകൾ, വഅഖാമുസ്സലാത്ത്, നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകൾ, സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും, യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടത്തിലാണ് അവരുള്ളത്. ഒരിക്കലും നഷ്ടം വരൂല. അള്ളാന്റെ ഖുർആനിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്താൽ നമുക്ക് 10 നന്മ നമ്മുടെ വലതു ഭാഗത്ത് രേഖപ്പെടുത്തും. അത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ കലാമായത് കൊണ്ടാണത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, എന്റെ സംസാരം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു, അത് നിങ്ങൾ കേൾക്കുന്നു. അതുപോലെ അള്ളാഹുവിന് എന്നോടും നിങ്ങളോടും പറയാനുള്ള കാര്യങ്ങൾ കലാമാണ്, അള്ളാന്റെ ഖുർആൻ. അത് നമ്മുടെ നാവിലൂടെ വരുന്നത് കൊണ്ട് ഒരു അക്ഷരത്തിന് 10 നന്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണത്. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന. ഒരാള് ഒരക്ഷരം പാരായണം ചെയ്ത് അതൊരു നന്മ ഉണ്ട്. എന്നിട്ട് വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഓരോ നന്മയും അതിന്റെ 10 ഇരട്ടിയായിക്കൊണ്ട്, അപ്പൊ ഓരോ അക്ഷരത്തിന് 10 നന്മ രേഖപ്പെടുത്തും. എന്നിട്ട് റസൂലുള്ളാഹി പറയാ, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫാണ്, ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. 3 അക്ഷരം അലിഫ് ലാം മീം എന്ന് നമ്മൾ ഓതുമ്പോഴേക്ക് 30 നന്മ അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് രേഖപ്പെടുത്തും. ഒരിക്കലും നഷ്ടം വരാത്ത വമ്പിച്ച ലാഭം മാത്രമുള്ള ബിസിനസ് എന്നുള്ള നിലക്ക് വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കാം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അഹ്ലുൽ ഖുർആനി ഹും അഹ്ലുല്ലാഹി വഖാസത്തിഹി. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹിന്റെ അഹ്ലുകാരാണ്. അള്ളാന്റെ കുടുംബം അള്ളാഹുവിന്റെ അഹ്ലുകാരാണ്. ഖുർആനിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാന്റെ ആൾക്കാരാണ്. ആ നിലക്ക് അള്ളാഹുവിന്റെ ആളുകളാകും നമ്മൾ. ഖുർആനുമായിട്ടുള്ള നമ്മുടെയൊക്കെ ബന്ധം വളരെ പരിമിതമാണ്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് എന്താന്ന് ചോദിച്ചാല്, മരിച്ച വീട്ടിലെ ഉസ്താദുമാര് 2-3 ദിവസം കൊണ്ട് അത് ഓതി അങ്ങ് തീർത്താൽ നമ്മളെ കബറ് വെളിച്ചായി, അത് ചെയ്യാത്തതല്ല മഹാപാപിയാന്നുള്ളതൊക്കെയാണ് നമ്മുടെ സമൂഹം മനസ്സിലാക്കി വെച്ചിട്ട്. അതുകൊണ്ട് ഒരു വിദേഹത്ത് കൊണ്ടുള്ള തിന്മ കൂടി നമുക്ക് കിട്ടുമെന്നതല്ലാതെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്ത് കൃത്യമായി ജീവിതത്തിൽ ഉണ്ടാവുക, അള്ളാന്റെ ഖുർആനുമായി ഹൃദയബന്ധം ഉണ്ടാവുക. അതിന് ഇപ്പൊ നോക്കൂ, നമ്മള് നല്ല ഇമാമിയങ്ങൾ ഖിറാഅത്ത് നടത്തുമ്പോ ആ ശബ്ദം കേട്ടിങ്ങനെ ആ നല്ല ഖിറാഅത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആസ്വദിക്കുക എന്നതിൽ കവിഞ്ഞ് അതിന്റെ അർത്ഥം കൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ എത്ര ശ്രദ്ധ കിട്ടുമെന്നറിയോ? ആ കൃത്യമായിട്ട് ഓരോ ലഫ്ളും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഖുർആനിന്റെ അർത്ഥം പൂർണ്ണമായി നമുക്ക് വായിക്കാൻ സാധിച്ചെങ്കിൽ ഏതാണ്ട് ഓതുന്ന ആയത്തിന്റെ ആശയം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലേക്ക് വരും. അപ്പൊ ആ നിലക്ക് ഖുർആനുമായിട്ടുള്ള ഹൃദയബന്ധം ഉണ്ടാവാൻ, അടുപ്പുണ്ടാവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അഹ്ലുൽ ഖുർആൻ ഹും അഹ്ലുല്ലാഹി വഖാസത്തി. ഖുർആനിന്റെ ആളുകൾ അള്ളാഹുവിന്റെ അഹ്ലുകാരാണ് എന്ന റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഖുർആനുമായി ബന്ധമുണ്ടാവുക. അത് റമദാനിലും അല്ലാത്ത കാലത്ത് ഉണ്ടാവണം. റമദാനിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവണം. റമദാനിൽ നമ്മൾ മൊബൈലിൽ തോണ്ടുന്ന പറ്റ നിർത്തുക. അനാവശ്യമായ ഒരു കാര്യവും ഇപ്പൊ നമുക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കോ മറ്റ് ബിസിനസ് കാര്യങ്ങൾക്കോ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കേണ്ടി വരുമല്ലോ. ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ആ ഒരു അത്യാവശ്യത്തിനല്ലാതെ മൊബൈൽ തുറക്കുന്ന ഏർപ്പാട് നമ്മൾ ഒഴിവാക്കിയിട്ട് ആ സമയം മുഴുവൻ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാനും അതിന്റെ അർത്ഥം പഠിക്കാനും വേണ്ടി
കൊടുക്കുക, നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഒന്നും ഇല്ലാത്ത ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ കൽ ബൈത്തുൽ ഖരിബി, അത് തകർന്നടിഞ്ഞ പൊളിഞ്ഞ പോയ ഒരു വീടിനെ പോലെയാണെന്ന. അവിടെ എല്ലാ ക്ഷുദ്ര ജീവികളും ഉണ്ടാവും, ആൾപ്പാർപ്പില്ലാത്ത തകർന്നടിഞ്ഞ വീട്ടിൽ. അതുപോലെ അഹങ്കാരം, അസൂയ, കുശുമ്പ് തുടങ്ങിയ എല്ലാ വൃത്തികേടുകളും കൊള്ളരുതായ്മകളും ഉള്ള മനസ്സിന്റെ ഉടമയായിരിക്കും ഖുർആൻ മനസ്സിലില്ലാത്ത ഹൃദയമെന്ന്. അതുകൊണ്ട് ഖുർആൻ മനസ്സിലുള്ള ഹൃദയത്തിന്റെ ഉടമകളാവുക, ഖുർആനുമായി ബന്ധമുണ്ടാവുക. അത് അർത്ഥം അറിയാതെ പാരായണം ചെയ്യുന്നത് തന്നെ പുണ്യമുള്ളതാണ്. അർത്ഥം അറിഞ്ഞുകൊണ്ടാകുമ്പോൾ കൂടുതൽ നമുക്ക് അതിലേക്ക് ശ്രദ്ധ കിട്ടുകയും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂടുതൽ മഹത്വം ലഭിക്കുകയും നിസ്കാരത്തിലൊക്കെ കൂടുതൽ ഏകാഗ്രതയും ശ്രദ്ധയും ലഭിക്കുക. ഖുർആൻ പാരായണം ചെയ്യുകയും അതിന്റെ അർത്ഥം പഠിക്കാനും ആ നിലക്ക് റമദാനിനെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് തൃപ്തിപ്പെട്ട രൂപത്തിൽ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. കാരുണ്യവാനായ റബ്ബേ, ഈ റമദാൻ കൊണ്ട് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന ജീവിതത്തിൽ വിജയിയായി തീരുന്ന അനുഗ്രഹീത കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് നീ പൊറുക്കണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങളെ ഏവരെയും നിന്നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികളായിട്ട് ആളുകൾ, വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ എല്ലാവർക്കും നീ പാപമോചനം നൽകണം റഹ്മാനെ. അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണം റബ്ബേ. അവരെയും ഞങ്ങളെയും നിന്നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ രോഗത്തിന് നീ ശിഫ നൽകണം റഹ്മാനെ. സാമ്പത്തികവും ജോലി സംബന്ധവുമായ പരീക്ഷണങ്ങൾ നേരിടുന്ന എല്ലാ ആളുകളുടെയും പരീക്ഷണങ്ങളെ നീ നീക്കിത്തരണം റഹ്മാനെ. രണ്ട് ലോകത്ത് നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണം റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ المسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.